പാലക്കാട് സിവിൽ സ്റ്റേഷനുള്ളിൽ ശവമഞ്ചവുമായി BJP മാർച്ച് നടത്തി. സംസ്ഥാനത്തെ ആരോഗ്യമേഖല ശവമഞ്ചത്തിൽ എന്ന ആരോപണം ഉയർത്തിയായിരുന്നു ഈ വേറിട്ട പ്രതിഷേധം. DMO ഓഫീസിലേക്ക് എത്തിയ BJP പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ചാണ് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. വിവരങ്ങളുമായി ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം. പ്രതിഷേധം തുടങ്ങുന്നതിനേക്കാളും മുന്നേ തന്നെ പോലീസിന്റെ ഭാഗത്ത് യാതൊരുവിധ പ്രകോപനമില്ലാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ശക്തമായ പ്രതിഷേധം BJPയുടെ ഭാഗത്തുനിന്നുണ്ടാവും. ഇവിടെ യുവമോർച്ചയുടെ പ്രവർത്തകര് ഒരു പ്രതിഷേധം തുടങ്ങുന്നതിന് മുന്നേ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലും ഒരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്. ശക്തമായ പ്രതിഷേധം ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാവും. ആരോഗ്യമേഖലയുടെ ദുരവസ്ഥ തന്നെയാണ്. ആരോഗ്യമേഖല കുത്തഴിഞ്ഞു കിടക്കുകയാണ്. കേരളത്തിന്റെ ആരോഗ്യമേഖല എന്ന് പറയുന്നത് കുത്തഴിഞ്ഞു കിടക്കുന്ന അവസ്ഥയാണ്. നമ്മൾ വലിയ ദൂരത്തോട്ടൊന്നും പോണ്ട. പാലക്കാട് ജില്ലയിലെ ജില്ലാ ആശുപത്രിയിലെ അവസ്ഥ നമ്മൾ എടുത്തു നോക്കണം. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ എത്ര പേർക്കാണ് ചികിത്സ നിഷേധിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം BJPയുടെ ഭാഗത്തുനിന്നുണ്ടാവും. BJP പാലക്കാട് ജില്ലാ പ്രസിഡന്റിന്റെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, വളരെ വേറിട്ട ഒരു സമരമാണ് ഇന്ന് പാലക്കാട് BJP സംഘടിപ്പിച്ചത്. ശവമഞ്ചവുമായി നടത്തിയ പ്രതിഷേധം, ഇവരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കിയല്ലോ. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, ഒരു ഉച്ചയ്ക്ക് 2 മണിയോടുകൂടെയാണ് BJP യുവമോർച്ച പ്രവർത്തകർ പാലക്കാട് സിവിൽ സ്റ്റേഷനകത്തേക്ക് ശവമഞ്ചവും റീത്തുമൊക്കെയായിട്ട് എത്തിയത്. സംസ്ഥാനത്തെ ആരോഗ്യ മേഖല ശവമഞ്ചത്തിലാണ് എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിലൊരു പ്രതീകാത്മക സമരം BJP യുവമോർച്ച പ്രവർത്തകർ നടത്തിയത്. സിവിൽ സ്റ്റേഷനകത്തേക്ക് പ്രവേശിച്ച ഈ യുവമോർച്ച BJP പ്രവർത്തകർ സിവിൽ സ്റ്റേഷനിലെ DMO ഓഫീസിനകത്തേക്ക് കയറി ചെല്ലാൻ ശ്രമിക്കുകയും ചെയ്തു. ഇതിനിടെ സിവിൽ സ്റ്റേഷന്റെ ആ ഒരു DMO ഓഫീസിന്റെ താഴ്വശത്തായിട്ട് പോലീസ് എത്തി ഇവരെ ഉടൻ തന്നെ തടയുകയും പിന്നീട് അവരുടെ ആ സമരത്തെ അടിച്ചമർത്തുകയുമായിരുന്നു ചെയ്തത്. പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തുൾപ്പെടെ നീക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായത്. ഏതായാലും BJP യുവമോർച്ച പ്രവർത്തകർ ഈ സമരത്തിൽ നിന്ന് യാതൊരു തരത്തിലും പിന്നോട്ട് പോവില്ല എന്നുള്ള ഉറച്ച നിലപാടിലായിരുന്നു ഉണ്ടായത്. അവർ കൃത്യമായിട്ട് തന്നെ BJPയുടെ ഈസ്റ്റ് ജില്ലാ അധ്യക്ഷനായ പ്രശാന്ത് ശിവൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ വരും ദിവസങ്ങളിലും ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുമെന്നുള്ള കാര്യവും ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഏതായാലും പ്രധാനമായിട്ടും ഇവർ ആരോപിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത്, ഒന്ന് നമുക്കറിയാവുന്നതാണ്, കോട്ടയത്ത് ഒരു സർക്കാർ മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്ക് പോയ അവിടെ നിന്നും ഒരു വീട്ടമ്മയ്ക്ക് കെട്ടിടം ഇടിഞ്ഞു വീണ് ദാരുണാന്ത്യം സംഭവിക്കുന്നു. അതിനുപരി സംസ്ഥാനത്തെ നിരവധി ഇടങ്ങളിൽ ആരോഗ്യ മേഖല വലിയ ദുരവസ്ഥയിലാണ് എന്നുള്ളതാണ് പ്രധാനമായിട്ടും BJPയും യുവമോർച്ചയും പറയുന്നത്. പാലക്കാട് ജില്ലാ ആശുപത്രി ആണെങ്കിലും ചിറ്റൂരിലെ ആശുപത്രി ആണെങ്കിലും പാലക്കാട് മെഡിക്കൽ കോളേജ് ആണെങ്കിലും ഒക്കെ തറക്കല്ലിട്ട് ഉദ്ഘാടനം കഴിഞ്ഞ് 10 വർഷം പിന്നിട്ടിട്ടും പാലക്കാട് മെഡിക്കൽ കോളേജിലൊക്കെ ഇപ്പോഴും യാതൊരു സൗകര്യങ്ങളും ഇല്ലാത്ത ഒരു സ്ഥിതിയുണ്ട്. ആളുകൾക്ക് ചികിത്സ നിഷേധിക്കപ്പെടുന്ന ഒരു സ്ഥിതിയുണ്ട്. പാലക്കാട് മിക്ക സമയത്തും ആളുകൾ ആശുപത്രി ചികിത്സയ്ക്ക് കോയമ്പത്തൂരിനെയോ അതല്ലെങ്കിൽ തൃശ്ശൂരിനെയൊക്കെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ ആരോഗ്യ മേഖലയിലെ ആ ഒരു ദുരവസ്ഥ അത് തുറന്നു കാണിച്ചുകൊണ്ടും ഒപ്പം തന്നെ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ ശവമഞ്ചവും റീത്തുമൊക്കെ ആയിട്ടുള്ള പ്രതീകാത്മകമായിട്ടുള്ള പ്രതിഷേധം ഇവർ സംഘടിപ്പിച്ചത്. ഏതായാലും ആ പ്രതിഷേധിച്ച പ്രവർത്തകരെയൊക്കെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു കാഴ്ചയാണ് പാലക്കാട് കാണാൻ സാധിച്ചത്. ഏതായാലും വരും ദിവസങ്ങളിലും പാലക്കാട് ജില്ലയിൽ ഇത്തരത്തിലുള്ള ശക്തമായ സമരവുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് നേതാക്കൾ വ്യക്തമാക്കിയത്. പാലക്കാട് വേറിട്ട സമര പരിപാടിയാണ് BJP സംഘടിപ്പിച്ചത്. ശവമഞ്ചവുമായിട്ടായിരുന്നു DMO ഓഫീസിലേക്ക് BJP പ്രവർത്തകർ മാർച്ച് നടത്തിയത്. പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. വിവരങ്ങൾ നൽകുകയായിരുന്നു പാലക്കാട് നിന്നും അരുൺ ആലത്തൂർ.